ഇതൊരു അനുമതിക്ക് കൊടുത്താൽ അനുമതി കിട്ടില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും അനുമതി കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് അതിനൊരു അപേക്ഷ പോലും കൊടുക്കാതെ ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ 2 പത്രങ്ങളുടെ വായനക്കാരെ സംബന്ധിച്ച് എന്താ CPM മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അവരുടെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ CPM? ഇങ്ങനൊരു പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വിഭാഗീയ ചിന്തകളുടെ പിന്നാലെ അവരങ്ങ് വരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം വളരെ സ്നേഹത്തോടെ CPM നേതാക്കന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. 2 പ്രതികരണങ്ങൾ ഞാനിപ്പോൾ പറയാം. ഒന്ന്, വ്യക്തിപരമായി നല്ലൊരു മനുഷ്യൻ, ക്രിസ്റ്റൽ ക്ലിയർ ഒരു സഖാവായി മാറാൻ, ഒരു കോമ്രേഡായി മാറാൻ എല്ലാ സാധ്യതയുള്ള ഒരാൾ എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, RSSുമായി സമരസപ്പെട്ടു പോകാവുന്ന ഒരാളല്ല. എടുക്കാനും കൊടുക്കാനും പെരുമാറാനൊക്കെ പറ്റിയ നല്ലൊരു ചെറുപ്പക്കാരൻ സഖാവ് AK ബാലൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞതാ. വേറൊരാൾ പറഞ്ഞത് എന്താ, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിനാ? എതിർചേരിയിലുള്ളവരെ അവിടെ തന്നെ നിർത്താൻ വേണ്ടിയാണോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്? ആത്യന്തികമായി അവരെ അതിൽ നിന്ന് മനം മാറ്റി കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യം. ഞങ്ങൾ എന്തിനാ അവരുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കുന്നത്? ചോദിച്ചത് MP രാജേഷ്. അപ്പോൾ ഈ പത്രം ആദ്യം ഇന്ന് പുറത്തിറക്കിയ പത്രത്തിൻ്റെ ആദ്യത്തെ 2 കോപ്പി 2 വലിയ ഫ്ലെക്സ് ആയിട്ട് അടിച്ചിട്ട് MP രാജേഷിൻ്റെയും AK ബാലൻ്റെയും വീടിൻ്റെ മുമ്പിൽ വെക്കണം. സന്ദീപ് വാര്യരെ പറ്റി അങ്ങനെ നമ്പർ 1 ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡായി മാറും എന്ന് വരെ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞ ആളുകളാണ്. എന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ നിറം മാറുക എന്നൊക്കെ പറഞ്ഞ ഓന്തുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത ഓന്ത് എനിക്കെതിരെ കേസ് കൊടുക്കും. അതുപോലത്തെ നിലപാട് മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ട് അതുകൊണ്ടൊന്നും തീരാഞ്ഞിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു പരസ്യം കൂടെ കൊടുത്തിരിക്കുക. അപ്പോൾ അതിന് അനുമതി കൂടി ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ഞങ്ങളുടെ പരാതി ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പരാതി ഇന്ന് തന്നെ ഞങ്ങൾ ഫയൽ ചെയ്യും. ഒരു കാരണവശാലും പാലക്കാടിന് ഇത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ നിന്നെങ്കിലും പാഠം പഠിച്ചിട്ട് ഈ വിഭാഗീയ ശ്രമങ്ങൾ നടത്താതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം CPM നേതൃത്വത്തിലെ ചിലർക്കെങ്കിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. ഇത് അതിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് പ്രിൻ്റഡ് വേർഷൻ എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഈ സ്ക്രീൻഷോട്ടിൽ പലതും തന്നെ വ്യാജമാണ് എന്നുള്ളതിൻ്റെ വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതൊരു നാണം കെട്ട ശ്രമമായിപ്പോയി, ഹീനമായൊരു ശ്രമമായിപ്പോയി. BJPയെ സഹായിക്കാൻ CPM കൊടുത്ത പരസ്യമാണിത്, വേറെ ഒന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള റോൾ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് മത്സരമെന്ന് എല്ലാം കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യതയുള്ളവരാണ് അവർ. ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോലും BJPക്ക് സപ്പോർട്ട് കൊടുക്കാൻ CPM ചെയ്ത ഒരു പരസ്യമാണ്. BJPയിൽ നിന്നൊരാൾ പോകുമ്പോൾ എന്തിനാ CPM ഇങ്ങനെ കയ്യും കാലിട്ട് അടിക്കുന്നതെന്നുള്ള സന്ദീപ് വാര്യർ രാജീവ് വ്യക്തമാക്കണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച് പരാതിയില്ല പോലും. ഉള്ളടക്കം ആ 2 പത്രങ്ങൾക്ക് മാത്രം, അതും ബാക്കി പത്രങ്ങൾക്ക് വേറെയും കൊടുത്തത് എന്താ? എന്നാ പിന്നെ ഒരേ ഉള്ളടക്കം എല്ലാ പത്രങ്ങൾക്കും കൊടുത്തൂടെ? ഓരോ പത്രങ്ങൾക്ക് ഓരോ വിഷയങ്ങളാണല്ലോ എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് വായനക്കാരൻ്റെ ജാതി മതമാണോ പത്രത്തിന് പരസ്യം കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം വ്യക്തമാക്കണം. എന്ത് മാനദണ്ഡത്തിലാണ് ഈ 2 പത്രങ്ങൾക്ക് മാത്രം അത് കൊടുത്തതെന്ന് വ്യക്തമാക്കണം. ഓരോ പത്രങ്ങൾക്കും ഓരോ വിഷയവും ഞങ്ങൾക്ക് മനസ്സിലായില്ല. സമസ്ത ഇത് തള്ളി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സമസ്ത അങ്ങനെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതുമായിട്ട് അത്തരമൊരു സംഘടനക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പരസ്യത്തിലെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ തന്നെ അതിനെ തള്ളി പറഞ്ഞു വന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഒരാൾ വർഗീയതയെ തള്ളിപ്പറഞ്ഞു BJPയും സംഘപരിവാറിനെയും വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിളിച്ച് അവിടെ ഉള്ള കാലത്തെ സംബന്ധിച്ചുള്ള തൻ്റെ ഖേദവും അതിൻ്റെ കുറ്റബോധവും ജാള്യതയും പരസ്യമായി പറഞ്ഞ് അത്തരം ആശയങ്ങളോടും പ്രസ്ഥാനങ്ങളോടുമുള്ള തൻ്റെ ഡിസ്റ്റൻസിങ്ങിനെ പരസ്യമായി ഡിക്ലെയർ ചെയ്ത് ആ വാദങ്ങളെയും ഉപയോഗിച്ച വാക്കുകളെയും വരെ ദൂരെ കളഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാവാൻ ഒരാൾ തീരുമാനിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേറ്റവും അസ്വസ്ഥത ഉണ്ടാവേണ്ടത് BJPക്കായിരുന്നു. പക്ഷെ ആ അസ്വസ്ഥതയുടെ കാര്യത്തിൽ BJPയെ മറികടക്കുന്ന അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് CPM ആണ്.